കമ്പാർട്ട്മെന്റ് ആളാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എറണാകുളം പോവുകയാണ്. എറണാകുളം പോവുകയാണ്. എറണാകുളത്തേക്കല്ല പോണേ. ചോറും മീനും എറണാകുളത്തേക്കല്ല പോണേ. ചോറും മീനും എറണാകുളത്തേക്കാണോ പോണേ? അല്ല, ആലുവൊക്കെ. എറണാകുളമല്ലല്ലോ, ആലുവല്ലേ? അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. ഇങ്ങനത്തെ തലതെറിച്ച് കുതിരാളെ ഞാൻ ട്രെയിന് പോയി നോക്കാനാത്തൊരു കൂടെ ഞാൻ വന്നിട്ടുണ്ട്. ആകെ ഞാനുള്ള ആശ്വാസം ഇപ്പോഴത്തെ ട്രാക്ക്. ഞങ്ങൾ ധൃതി പിടിച്ച് സ്ലീപ്പറിൽ കയറി. സ്ലീപ്പറിൽ നിന്ന് ഞങ്ങൾ നേരെ ജനറലിലേക്ക് തന്നെ കയറണം. ഇത് കുറ്റിപ്പുറത്തിട്ടുണ്ട്. എന്താ മോനെ, എന്താ നോക്കണേ? ഏടാ എന്താ നോക്കണേ? കുട്ടികളെ നോക്കണടാ. ഈ കുറ്റിപ്പുറ കാണാത്താണല്ലോ. ട്രെയിൻ ഇറങ്ങി വന്നല്ലേ അവന് വെട്ടിക്കുന്നു. അങ്ങനെ എറണാകുളത്തിട്ടാണ് വിശന്നിട്ട് ഷർട്ട് വെയില് എന്നൊക്കെ പറഞ്ഞാൽ എമ്മാതിരി വെയില്. ഓ, ഷാമിൻ്റെ അഭിപ്രായം ചോദിച്ചാൽ അഭിപ്രായം വെള്ളം മോച്ചുകൂടെ വാരും. ഞാൻ വയറ്റിൽ ഒന്നുമില്ല, വിശപ്പ്. വെയിലെങ്ങനെയുണ്ട്? എറണാകുളത്ത് വെയിലെങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലെ സുഖം നമുക്ക് റോഡും കൂടെ ഇറങ്ങി നടക്കാം. അതെന്തത് മലപ്പുറമാണോ എറണാകുളമാണോ ബെറ്റർ? അല്ല, അങ്ങനെ ഇപ്പം എല്ലാവർക്കും വരണേ മലപ്പുറം. നമ്മുടെ നാട്ടിൽ വെയിലുണ്ട്, പക്ഷേ ചൂടില്ല. ഈ ചൂടില്ല, നമ്മുടെ പെരും ചൂടല്ലേ? ചൂട് കൂടില്ല. ചൂടൊന്നും പറയല്ല, അമ്മാതിരി ചൂട്, സെറ്റപ്പ് ചൂട്. ട്രെയിനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിന്ന പൈസ അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഫുഡ് കഴിച്ചില്ല ഞങ്ങൾ ഓഫ് ആവും. ഈ ഫോണൊന്നും ഓഫ് ആയിക്കോ. ഫോൺ ഓഫ് ആവണ വരില്ല, നമ്മൾ ഓഫായി കഴിഞ്ഞു. ഗൈസ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഒരു ദയ എനിക്ക് പുണ്യാത്മ ഉണ്ടാക്കിയെന്നല്ല, വിശന്നിട്ടേ വിശന്ന അങ്ങനെ എത്തിക്കണല്ല. കുടലൊക്കെ ഇപ്പോൾ പാടുമല്ല. വിശന്ന് കഴിഞ്ഞാൽ നമ്മളല്ലാതോ അല്ലേ? ഇനി എനിക്ക് എൻ്റെ ഫുഡ് ഇനി പോകുന്നില്ലെങ്കിൽ അവിടെ വൈകുണ്ടാവും. പറഞ്ഞേക്ക് എല്ലാവരോടും, പറഞ്ഞേക്ക് എല്ലാവരോടും. സാമ്പാർ വെച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട്. സാമ്പാർ പപ്പടത്തിൻ്റെ ഒരു ബെൽപ്പ് നോക്കി മോനെ. ആര്യത്തെ ചായ ഉറങ്ങി നീച്ചിട്ട് ഈ മുകളിൽ ആര്യത്തെ ചായ പോയിരിക്കും. ഒന്നും കൂടി ഒന്ന് കിക്കാവും. ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കറങ്ങി ഇവിടെ പള്ളിക്ക് ഒരൊറ്റ ഉറക്കണ്ട് ഉറങ്ങിയതാണ്. പിന്നെ എപ്പോഴാണ് നീച്ചണേ? ഉറക്കം പറഞ്ഞാൽ സെറ്റ് ഉറക്കം അല്ലേ? 2 മണിക്കൂർ നിന്ന് കിടന്നിട്ട് ഉറങ്ങി. മയോണൈസിന് വേണ്ടി പിടിച്ചുണ്ടാക്കിയത് ഷവർ വന്നതിൻ്റെ ശേഷം മയോണൈസ് ഉണ്ടോ? എവിടെയാ ഉണ്ടാ? ഈ ബ്ലോഗിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്കൊരു പേടിയില്ല. സിനിമ ഇട്ട് ഞാനോട് ണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ നമ്മൾ തിരൂര് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് ഷാമിൽക്കൊക്കെ പറയാനുള്ളത്? ഷാമിൽക്ക ഫുള്ള് ഉറക്കത്തിലാട്ടോ. അവിടെ കാണില്ലല്ലോ എൻ്റെ മോന്താ. ഷാമിൽക്ക പറയൂ, ഷാമിൽക്ക പറയൂ. ഷാമിൽക്ക ട്രെയിനിലിരുന്ന് ഫുള്ള് ഉറക്കാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സമയത്ത് എന്താ ചെയ്യല് ചോദിച്ചു. ഞങ്ങൾ എന്തിനാ പോയതെന്ന് ഡൗട്ട് ഉണ്ടാവും. ഞങ്ങള് അപ്പോൾ നെസ്ലിന് ബേസിൽ അതേപോലെ തന്നെ മറ്റേ സന്ദീപ് അങ്ങനെയുള്ള ഫുൾ ടീമിൻ്റെ കൂടെ ഒരു മൂവിയിൽ അങ്ങനെ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ മുഖം കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ ആ സീന് കഴിഞ്ഞ് കട്ട് ചെയ്ത് കളയാവോ?
അതെ അതിന് ബാക്കി വരണ്ട. ഇതിന്റെ കണ്ട മക്കളെ. അപ്പൊ ഗൈസ് അപ്പോ ഇത് പിടിക്കോ? അതൊന്നും പിടിച്ചൊന്നുമില്ല ഈ സുബൈക്കാരൻ. അപ്പോൾ ഗൈസ് ഞങ്ങളൊക്കെ വലിയൊരു ഡ്രീം ആയിരുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ കുറച്ച് വിഷ്വലൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റിണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ അപ്പം നമ്മളങ്ങനെ തിരൂരെത്തി. ഇനി തിരൂർ ഇപ്പോൾ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിൽ വിടുക, സലാമത്താക്കുക അല്ലേ അല്ലേ? അതൊന്നും പറഞ്ഞോണ്ട ചക്കരന്ന് ലുഡോയിലൊക്കെ ജയിച്ചിക്കണ്. 6 ആളപ്പം ഫസ്റ്റ് ലുഡോ ജയിച്ച് നമ്മൾ കേൾക്കാൻ കേട്ടോ. ബുദ്ധിയാണ് അതെ. അപ്പോൾ ഗൈസ് അപ്പം ഇൻഷാ അല്ലാഹ് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.